നമ്മൾ പുതിയൊരു ബിസിനസ് കൂടി പ്ലാൻ ചെയ്യുവാണ്. നമ്മളൊരു ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളാ ആ ടി വി നമ്മ ഹോസ്പിറ്റൽ പണിയാൻ പോവാം. അപ്പോൾ 200 CR ഒരു കുറവുണ്ട്, അതായത് ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ ഒരു 200 കോടി കൊടുത്താൽ ഒരു 3 ദിവസത്തിനകത്ത് ഈ പറയണത് പോലെ ഹോസ്പിറ്റലിൻ്റെ ഫുൾ പണി കഴിഞ്ഞ് ലോഞ്ച് ചെയ്യാനുള്ളൊരു രീതിയിലാണ്. പണി നടക്കുന്ന ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടോ ഇവിടെ? എവിടെ 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 എവിടെ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ട് പോകും. ഈ സൈഡിലായിട്ട് നമ്മൾ കാഷ്വാലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ആംബുലൻസ് ഒക്കെ വരുന്ന സമയത്ത് നേരെ വന്ന് ഇവിടെ തന്നെ നിർത്തി നേരെ അകത്തോട്ട് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹലോ, അല്ല ലാസ്റ്റത്തെ പിന്നെയും കൊള്ളാണ. ലാസ്റ്റത്തെ അങ്ങനെയല്ല, അങ്ങനെ ഒരു 10 ആഴ്ചക്ക് മാത്രം ഒന്ന് സെറ്റ് ആവാൻ ഒരു മിനിറ്റ്. എന്താടാ ആ പെണ്ണിന് 10 ആഴ്ച സെറ്റ് ആവാൻ പറ്റുമോ? എന്നിട്ട് ബ്രേക്കപ്പ് ആക്കിയോ? പൈസ കിട്ടേ വെറുതെ അല്ല. ഇങ്ങോട്ട് വന്നേ. ஒரு டாக்டர் கிட்ட 800 கோடி இருக்கான். ഏത് ഡോക്ടറിന്റെ அதான் இவட 700 கோடியா? ஓகே, ஆனா அது உண்மையா இல்லையான்னு எனக்கு தெரியல. ஆனா ஆள் வந்து பக்கா எப்பவுமே EMSல தான் இருக்கும். ஓகே, பின்ன எப்படியாச்சும் உன்னோட டேலண்ட காமிச்சு புடுங்கிடு. வா, இன்ட்ரோ கொடுக்குறேன். ആളെവിടെ? அவ்வளவுதான். லெஃப்ட் சைடுல தான் அவட நின்னுட்டு இருந்துச்சு. இது நான் கூட்டிட்டு வரேன். இவட கூட்டிட்டு வரேன். 800 CR. വാ 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 വാ. മാർട്ടിൻ സോറി. ഇവിടെ വാ മാർട്ടിൻ. ഹായ് ഹായ് ഹായ്, എന്റെ പേര് പരന്തു വാസു. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ബ്രോയുടെ പേരെന്താ? എന്റെ പേര് മാർട്ടിൻ. ഡോക്ടർ. ഡോക്ടറാണോ? ഓ എന്റെ അമ്മോ. ഹായ് ഹായ് ബ്രോ. ഹായ് ഹായ് ഹായ്. സുഖമാണോ? ഹായ് വാസന. ഹായ് 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 ശ്രേയ. സുഖമല്ലേ രണ്ടുപേർക്കും? നിങ്ങളെന്ത് ഡേറ്റിംഗിൽ വല്ലതാണോ? അല്ല, ഏയ് എന്താ വസന ഇവനെന്റെ ഫ്രണ്ടാ. ചുറ്റും പെമ്പിള്ളേരെ നിൽക്കുന്ന കണ്ടോണ്ട് ജസ്റ്റ് ഡൗട്ട് ആയിട്ട് ചോദിച്ചതേ ഉള്ളൂ. വന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അണ്ണാന്റെ ചുറ്റും പെൺപിള്ളേരാവല്ലോ. അല്ലെ, നമുക്കത് താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാ. സിഗ്മയാണ്, പണ്ടലെ സിഗ്മയാണ്. മനസ്സിലായോ? എത്ര ഗേൾസ് വന്നിട്ടുണ്ടോ അറിയാം. എത്ര വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട് കുറെ ലീലാവിലാസങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. മാർട്ടിൻ സാർ, നമുക്ക് ഒരു കാര്യം സംസാരിക്കണ്ടായിരുന്നു, ഒന്ന് അങ്ങോട്ട് വരുമോ? ഓ വരാം. ശ്രേയ ഒരു മിനിറ്റ് പോരെ. അണ്ണാ ഈ കോച്ചിനെ ഒന്ന് നിലക്കി നിർത്തണം. ആണാ? ഇങ്ങേര് ഓരോ രാത്രി ഒരു ദിവസം കാത്തുവാണെങ്കിൽ മറ്റേ ദിവസം ശ്രേയ, അങ്ങനെ ഓരോ പെൺകുട്ടികളെ എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ ഇവരുടെ അങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറേ ഇല്ല, സത്യം പറഞ്ഞ. പക്ഷെ ഇങ്ങേര് പബ്ലിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങള് നമുക്ക് സിറ്റിയിൽ കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. നമുക്ക് കാഷ്നട്ട് ഫാക്ടറി. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കൺമണി വന്നായിരുന്നു. നിങ്ങളുടെ അണ്ടി ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആളാണ്. അവിടുന്ന് അണ്ടി കഴിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മളിപ്പോ പുതിയ സിറ്റിയില് നമ്മളിപ്പോ സുനാമിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് നമ്മൾ പുതിയൊരു ബിസിനസ് കൂടി പ്ലാൻ ചെയ്യുവാണ്. നമ്മളൊരു ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളാ ടി വി നമ്മ ഹോസ്പിറ്റൽ പണിയാൻ പോവാം. അപ്പൊ ഈ നമ്മള് ഹോസ്പിറ്റലിൽ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ഡോക്ടേഴ്സ്. കാരണം ഒരിക്കലും
എനിക്ക് തോന്നുന്ന ഞങ്ങളെ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ നിങ്ങളുടെ കൂടെ തന്നെ അല്ലേ, നിങ്ങളുടെ ഫാമിലി ഡോക്ടർ? പുള്ളിയുണ്ട് ജാംസിക്ക് എന്തായാലും ഉണ്ട്. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ കോച്ചൊക്കെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാ, നിങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു മനസ്സിൽ ടി വി തുടങ്ങുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിൽ അത്രയും എക്സ്പോഷർ നമുക്ക് കിട്ടും എന്തായാലും. തീർച്ചയായും. അപ്പോ സിറ്റിയിൽ മാത്രമേ ലോകങ്ങാടും കിട്ടും പിന്നല്ലാതെ അപ്പൊ എനിക്ക് ഡോക്ടറിനെയാണ് അതിന്റെ ഹെഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. കാരണം ഞങ്ങൾ കുറെ പേരോട് സംസാരിച്ചു, പക്ഷെ ഈ ഒരു പോസിറ്റീവ് ഓവറ ഞങ്ങള് ആരുടെടുത്തും കണ്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം തന്നെ വന്നപ്പോഴേ പരിചയപ്പെട്ടപ്പോ തന്നെ ലൈക്ക് അങ്ങനത്തെ ഒരു മനസ്സിലായി, അതാ എനിക്കത് ഫീൽ ചെയ്തത്. അപ്പൊ നമ്മളാണെങ്കില് ഇപ്പൊ എല്ലാം റെഡിയാണ്, സ്ഥലമൊക്കെ മേടിച്ച് നമ്മള് ബിൽഡിങ് കാര്യങ്ങളൊക്കെ പണിത് എല്ലാമായിട്ട് ഇത് വന്നു. പക്ഷെ ഒരു ഹലോ ഇപ്പൊ ഞങ്ങളത് പേഴ്സണലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണേ. അപ്പൊ നമുക്ക് ഇനി ഒരു 200 CR ഒരു കുറവുണ്ട്, അതായത് ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിൽ. അപ്പോൾ ഒരു 200 കോടി കൊടുത്ത ഒരു 3 ദിവസത്തിനകത്ത് ഈ പറയണത് പോലെ ഹോസ്പിറ്റലിലെ ഫുൾ പണി കഴിഞ്ഞ് ലോഞ്ച് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 200 CR മാർട്ടിൻ ബ്രോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് മന്ത്ലി നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റൽ ഏണിങ്സിൻ്റെ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 40% ബ്രോയ്ക്കും 60% നമുക്കും. അത് എൻ്റെയർ ലൈഫിൽ നമ്മൾ എത്ര കോടി ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാ 40%. എനിക്ക് തോന്നുന്നു അപ്പോൾ 200 CR ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ഈ 200 CR കൂടിപ്പോയ ഒരു 1.5 മാസത്തിൽ ഫുൾ എമൗണ്ട് തരും, കിട്ടും. പിന്നുള്ളതെല്ലാം ലാഭമാണ്. ഞങ്ങളിത് അത് നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ ഇച്ഛയാണ്. ഏത് ബിസിനസ്സില്? നിങ്ങളുടെ അണ്ടി ഫാക്ടറി ബിസിനസ്സിൽ. അണ്ടി ഫാക്ടറിയിൽ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് ഇവർക്കാർക്കും ഇല്ല. ഷാജി പാപ്പൻ ഇല്ല, പുള്ളിക്കൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അണ്ടി ഫാക്ടറിയിൽ നമുക്ക് മിസ്റ്റർ എക്സ് ആയിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ചെറിയ ഷെയർ അതിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അണ്ണന്റെ കൂടെ ആഷ് ഇല്ലേ, അവരൊക്കെ ആഷനും സ്നൈപ്പറും ചോദിച്ചാൽ ഇല്ല. ഈ ആഷനും സ്നൈപ്പിനും ഒന്നും യാതൊരു ബന്ധവും ഇല്ല അണ്ടി ഫാക്ടറിയുടെ. അണ്ടി ഫാക്ടറിയുടെ മൊത്തം കാര്യങ്ങളും ഞാൻ തന്നെയാണ് ടേക്ക് ഓവർ ചെയ്യണത് ഇരിക്കുന്നത്. അണ്ടി ഫാക്ടറി ഇപ്പൊ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് 0 വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റില്ല, എന്റെ മാത്രമേ ഉള്ളതിൽ. നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നതിനകത്ത് മിസ്റ്റർ എക്സിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇത് ഹോസ്പിറ്റലിൽ പൈസയൊക്കെ ഞാൻ തരാം. ഈ ഷാജി ബാബു എന്ന് പറഞ്ഞ ആള് മിസ്റ്റർ എക്സിലുണ്ടോ? മിസ്റ്റർ എക്സിലുള്ളതല്ല, അങ്ങേരി സിറ്റിയിലെ വലിയൊരു ബിസിനസ്മാൻ ആണ്. പക്ഷെ ഇതുവരെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടില്ല, മനസ്സിലായ? നമ്മള് ഇപ്പൊ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ ഇതില്ല. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ വന്നപ്പോഴാണ് സുനാമി വന്നത്. അത് എനിക്ക് തോന്നുന്നുണ്ട് ഈ എന്റെ ഇച്ചായനാണത്. ഓക്കെ, എന്റെ ബ്രദറാണ്. അപ്പൊ അങ്ങേരുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ കൂടെയുള്ള ആഷും ഇവരൊക്കെ സിറ്റിയിൽ ലോട്ടറി തട്ടിപ്പൊക്കെ നടത്തിയായിരുന്നു അതിന്റെ ഇടയിൽ. അയ്യോ, അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് മറ്റേ കുറെ പൈസകൾ ആവശ്യം വരുമ്പോ ഞാൻ കൊടുക്കാറുണ്ട്. സ്നൈപ്പിനായാലും മാഷിനാണെങ്കിലും എന്റെ അടുത്ത് വരാറുണ്ട് അവര്. ഇനി ഇതിന്റെ കാര്യം പൈസ ഒന്നുമില്ല, പക്ഷെ ഹോസ്പിറ്റലല്ലേ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് ഒരു ഡോക്ടറിന്റെ പേര് പറഞ്ഞ് വാങ്ങുമ്പോ എന്തായാലും അതിന് കമ്മീഷൻ ഇത് കിട്ടും, എന്താ വെച്ചാല് കുറവ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചേരാം. അപ്പൊ അണ്ണൻ ഓൾറെഡി ആയി, എല്ലാത്തിന്റെ പൈസ കൊടുത്തു. നമുക്ക് ബിൽഡിംഗ് കണ്ടിട്ട് വരാം. അല്ല ഹോസ്പിറ്റൽ അന്നോ ലൊക്കേഷൻ ഒന്ന് കണ്ടാലോ പോയിട്ട്? ലൊക്കേഷൻ കാണിക്കാം. ഞാൻ വണ്ടി ലൊക്കേഷൻ എവിടെ കൊണ്ട് കാണിക്കും? ലൊക്കേഷനാ? ലൊക്കേഷൻ ഹോസ്പിറ്റലിൽ കെട്ടാൻ പറ്റിയ ഒരു നല്ല സ്ഥലം പറഞ്ഞടാ പെട്ടെന്ന്. പണി നടക്കുന്ന ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടോ ഇവിടെ? എവിടെ
മെയിൻ ബാങ്കിന്റെ അടുത്ത് മെയിൻ ഗാരേജിന്റെ അടുത്ത് ഓക്കെ അങ്ങോട്ട് പോ ഇവിടെ ഇങ്ങോട്ട് വാ ബീച്ച് സൈഡ് വാ ഇവിടെ ഞാൻ കൈ ഇവിടെ അണ്ണ ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ് അണ്ണ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ അണ്ണ ഫസ്റ്റ് ഡ്രസ് മാറ്റണം ഈ സ്കൂളത്തെ യൂണിഫോം പോലെയാണല്ലേ എടാ, അത് നമുക്ക് പിന്നെ മാറ്റാം. നീ ഇപ്പൊ ഇങ്ങോട്ട് വാ. ഇല്ല പ്രൊഫഷണൽ പോവേ നമ്മ അത് കുഴപ്പമില്ല. ഇതെന്ത് പ്രസ് ഫോളോ പോല അണ്ണൻ வரும்போதே വാ 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 അയ്യോ ഇപ്പൊ പോയിട്ട് വരാം. என்ன சொல்லிட்டு நீங்க ஒரு பொண்ணா தூக்கிட்டு இருக்கீங்க മാർക്ക് ചെയ്ത് കൊടുത്ത കൺസ്ട്രക്ഷൻ സൈറ്റ് നമ്മുടെ നമ്മുടെ മെയിൻ ഗാരേജിന്റെ അടുത്തുള്ള കുട്ടിയുടെ നമ്പർ കിട്ടിയില്ല കുടുംബത്തോടെ കള്ളന്മാരുത്. மார்ட்டின் ப்ரோ என்ன சொல்லிட்டு ஒரு பொண்ணா தூக்கிட்டு இருக்கீங்க நீங்க ഈ അടി- മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിലായിട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എത്ര നാളായടാ ഇത്രയും മണിക്കൂറൊക്കെ ഇരുന്ന് ആർപ്പ് ചെയ്തിട്ടില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ കെട്ടുന്ന സ്ഥലമില്ല പുതിയ അതാ പറഞ്ഞേ മൊത്തം കള്ളന്മാരാണ്. സത്യം. ഞാൻ ഓടിക്കണം. അണ്ണ നമ്പർ എന്തെങ്കിലും അണ്ണ എടാ 333. ഓക്കെ അണ്ണ ഓക്കെ மார்ட்டின் ப்ரோ என்ன என்ன சொல்லிட்டு ஒரு பொண்ணையா நீங்க தான் എടാ தூக்கி ഇത് வச்சுக்கிறீங்க മാർക്കറ്റ് ആശ നീ കൊണ്ടാണോ മാർക്കറ്റ് എങ്ങനെ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഹോസ്പിറ്റല് ഇത് ഇപ്പൊ കറന്റ് ആരാണ് എന്താ ഇതിന്റെ മന്ദാരമായിരുന്നല്ലേ പുള്ളി ഇല്ലല്ലേ മന്ദാരമാണ് അയ്യോ. മന്ദാരമാണെല്ലാം നോക്കി നടത്തുന്നത് മന്ദാരാണ് നോക്കി നടത്തിയേ മന്ദാരമാണ് ഫുള്ള് നോക്കി നടത്തണേ മന്ദാരാണ് അതിന്റെ ഇടയ്ക്കൊന്ന് മന്ദാരത്തിന്റെ കാമുകി EMS ഉണ്ടായിരുന്നു. ഓഹോ അതിന്റെ താല്പര്യം കൊണ്ട് ആള് വന്നിട്ട് ഒന്ന് കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തായിരുന്നു. കമ്മ്യൂണിറ്റി സർവീസോ അവനെ പിന്നെ ഞാൻ ആ പാർട്ടി കണ്ടിട്ടില്ല. പിന്നെ അണ്ണാ ഇവിടെ നമുക്ക് അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നോക്കാൻ പോയി മന്ദാരോ അതാണ് വരാത്ത പിന്നെ പിന്നെ രണ്ടാമത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് എന്താ കണ്ണാപ്പിയോ ഓക്കെ കണ്ണാപ്പി വന്നിട്ട് ഇവിടെ നമ്മൾ ഈ ബോട്ട് റോബർ ഇല്ലേ യാച്ച് റോബർ ഒക്കെ അങ്ങനത്തെ ലൊക്കേഷനിൽ ആള് മരിച്ചു കഴിഞ്ഞാല് അവിടെ പോയി പൊക്കാൻ പാടില്ല എന്നാ പറയാ. കണ്ണാപ്പി അതൊക്കെ പൊക്കിട്ടാ വന്നു. ഭയങ്കര ആത്മാർത്ഥത തോന്നുന്നു. അല്ല അത് നമ്മളെ കുടുംബത്തിൽ പണ്ടല്ല എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാരും അധിക പണി എടുക്കുവേ. അവൻ ചത്തില്ലാത്ത 4.5 മണിക്കൂറായടാ. ഇത് കറണ്ട് പോകുന്ന സ്ഥലം ഇവിടല്ല ഇവിടെ വെക്കൂല. ഇവിടെ ഒരിക്കലും വെക്കൂല. ഇവിടെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇല്ല ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പോയല്ല മാർക്ക് കാണുന്നില്ല. വണ്ടിയിലിരിക്കണം വെയിറ്റ് ആക്കെ വണ്ടിയിലിരുന്നാലേ പറ്റുള്ളൂടാ. ഞാൻ പറഞ്ഞുതരാം അതാണല്ലേ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിന്ന് പോകാൻ തോന്നുന്നു കേട്ടോ. ആരോ വീണി ചത്തല്ലോ. ഒന്നുകൂടെ ഇതാക്കെ കേറി ഇല്ല ഈ വീട് ചത്തല്ല കുഴയണതാ. ഓക്കെ എന്നെ കേറി പെട്ടെന്നേ ഇതാ നമ്മളെ ഡോട്ടർ ആസിൻ അറിയാന്ന് പറഞ്ഞ് ഇയാൾക്ക് ഈ ഡോക്ടർ സാറല്ലേ ന്യൂ മാപ്പിലുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റ് ആണോ? ഫാഷൻ എനിക്ക് രാവിലെ വരെ ഇരുന്ന് 1000 കോടി അടിക്കാതെ. സാറിനെ ഫാഷനെ നമ്മളെ മറക്കാൻ പറ്റില്ലല്ലോ. മറ്റു സാർ തോളത്തിരിക്കുന്നവരാ പെണ്ണ് കണ്ടോണ്ടേ ഞാൻ പിന്നെ എന്ത് വിചാരിച്ച ട്രാൻസ്ഫോമർ ആന്നാ കണ്ട സാധനമായിരുന്ന ആശ അത് വരെ കണ്ട സാധനമാണ്. നീ ഭൂമിനെ കൂടെ കൂടിയിട്ട് ഫുള്ള് ചളിയാണ്. ഭൂമിയാ? ആഷിന്റെ ഗേൾഫ്രണ്ട് അതെ അറിയാം കാണാറുണ്ട്.
നമുക്ക് ഇവിടെ ഇതൊക്കെ എടുക്കുക. എടാ മെയിൻ ഗാരേജ് ആണോടാ നിന്റെ ഹോസ്പിറ്റലിൽ? മെയിൻ ഗാരേജ് അല്ലല്ലോ ഇത്, അതിന്റെ അപ്പുറത്ത് നമ്മൾ പണിയുന്നതാണ് ഇത്. ഇതാവുമ്പം ഒരു ഹോസ്പിറ്റൽ ഒരു ഗാരേജിന്റെ അടുത്തല്ലേ വേണ്ടത്? വാ വരൂ വരൂ വരൂ. TVA ഹോസ്പിറ്റൽ ഇതാണ്. നമ്മള് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കൊറേയൊക്കെ ഒരു വിധം എത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിധം ഇനിയുള്ള കുറച്ച് പണിയിൽ നമുക്ക് ഒരു 200 CR ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് കെട്ടി തീർക്കാം. മനസ്സിലായേ? ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും സ്ക്വയർ ഫീറ്റിലാണ് നമ്മളിത് പണിതേക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇത് കണ്ടോ, ഇത് ഇവിടെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഇവിടുന്ന് നേരെ റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റിസപ്ഷൻ എൻട്രൻസിലോട്ട്. കാരണം ഇപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മൾ കാഷ്വാലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ആംബുലൻസ് ഒക്കെ വരുന്ന സമയത്ത് നേരെ വന്ന് ഇവിടെ തന്നെ നിർത്തി നേരെ അകത്തോട്ട് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിന് 2 എൻട്രൻസ് ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വണ്ടി ഇവിടെ ഒരു തിരിച്ച് കൺജഷൻ ആവുന്നതിന് പകരം ഇതുവഴി നേരെ കയറി നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും ആ സൈഡിൽ. ഈ ഹോസ്പിറ്റലിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 4 വാർഡുള്ള ആൾക്കാർക്ക് വരാൻ പറ്റും. അതായത് ഈ സൈഡും ഈ ഫ്രണ്ടിൽ നിന്ന് ഈ സൈഡ് എവിടോട്ട് വേണേലും കാഷ്വാലിറ്റിയിലോട്ട് പെട്ടെന്ന് വരാനുള്ള ഒരു ആക്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻജിനീയർ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. നമ്മുടെ ആക്ച്വലി നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരിൽ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു വക്കീലുണ്ട്, പുള്ളിയാണ് മാരാർ വക്കീലാണ് ഇതെല്ലാം നമ്മളെ മൊത്തത്തിൽ ഇത് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ സത്യം പറഞ്ഞാൽ എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡോക്ടർ ജാംജിങ് ആണ് ഫുള്ളി മാനേജ് ചെയ്തത്, സംസാരിച്ചതും എല്ലാം. ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓ അതെ, ആളുടെ ഒരു പവർ വെച്ചിട്ട് പുള്ളി എക്യുപ്മെന്റ്സിനൊക്കെ നമുക്ക് ആകെ 20% എന്തോ കൊടുക്കേണ്ട വന്നുള്ളൂ ടോട്ടൽ. അപ്പൊ അത്രയും ലാഭത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ ഒരു കൺസ്ട്രക്ഷൻ തീർക്കാൻ ഒരു 200 CR അത് മാത്രമാണ് നമുക്ക് ഇനി ആകെ വേണ്ടത്. ഫണ്ട് ഞാൻ അറിയി തരാം, 200 അല്ല, സീനില്ല, അത് ഞാൻ തരാം, ഇഷ്യൂ ഇല്ല. പക്ഷെ എനിക്കതെന്താ വെച്ചാല് ഇപ്പം എന്റെ ഫണ്ട് എന്ന് പറഞ്ഞാല് എനിക്കിപ്പോ എന്റെ കയ്യിൽ 1600 CR ഉണ്ട്. അപ്പം ഈ ഫണ്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാല് എനിക്കിവിടെ ഒരു കുടുംബമുണ്ട്, കാരണം പന്നിമറ്റെന്നാണ് തറവാടിന്റെ പേര്. അപ്പം അണ്ണൻ കണ്ടുണ്ടാവും പ്ലേ ബോയ് മാൻഷൻ ഇല്ലായിരുന്നു, അതാണ് ഞങ്ങളെ തറവാട്. അപ്പം അത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു അനിയനും ചേട്ടന്മാരൊക്കെ ഉണ്ട്. എക്സലറേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും, ചേട്ടനാണ്. അപ്പൊ അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടും അവരോടൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ ഒരു മൂന്നാമത്തെ അനിയനാണ് ഞാന്. ഓ പക്ഷെ നമ്മുടെ മെയിൻ ഒരു പ്രശ്നം പറഞ്ഞുതരാം. ഇപ്പം നാളത്തേക്കാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഫണ്ട് വരാനുണ്ട്. പക്ഷെ ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്ന് രാത്രിയിൽ ഇന്ന് 3:30 മുമ്പ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഇതിനകത്ത് എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണേ, അത് അവിടെ വിലക്കുറവാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ചൈനീസ് ആണെന്ന് പറയില്ല, അത് നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് 3:30 മുമ്പ് ഫണ്ട് കൊടുത്താൽ മാത്രമേ അത് അവിടുന്ന് വരുള്ളൂ. അല്ലെങ്കിൽ ഇനി അടുത്ത നെക്സ്റ്റ് ഷിപ്മെന്റ് എന്ന് പറയുന്നത് 1.5 മാസം കഴിഞ്ഞിട്ടാ, നമ്മൾ വീണ്ടും ഡിലേ ആവും. അതാണ് പ്രശ്നം. അതിപ്പം അണ്ണ ഇന്നെന്തായാലും നമുക്ക് ഈ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റൂല. അണ്ണ എനിക്ക് ഒരു ദിവസം ടൈം തന്നേ പറ്റൂ, മാക്സിമം സൺഡേന്റെ ഉള്ളിൽ എനിക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ, അത് വലിയൊരു എമൗണ്ട് അല്ലേ. അപ്പൊ ആ വണ്ടിക്ക് ഫണ്ട് എത്ര ഇപ്പം എന്റെ കയ്യിൽ പോലും, കാരണം കഴിഞ്ഞൊരു 2 ദിവസം മുന്നേ എന്റെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് ആൾക്കാർ പറ്റിച്ചു പോയായിരുന്നു. വലിയത് പറഞ്ഞാൽ ഒരു 2-3 CR. അപ്പൊ അതിനുശേഷം ഞാൻ ഞാൻ അങ്ങനെ പൈസ കയ്യിൽ ഞാനും കേട്ടായിരുന്നു അത്. ഹലോ ബ്രോ ഫസ്റ്റ് ഈ പെണ്ണിനെ ഒഴിവാക്കിയോട്ടാ, എന്നാലേ ബ്രോന്റെ ലൈഫ് രക്ഷപ്പെടും. സത്യം പറയാലോ, അണ്ണൻ നിന്നെ ഒഴിവാക്കണ്ടടാ. അങ്ങനെയല്ല പറഞ്ഞേ ഉള്ളേ, അണ്ണനറിയാ അനക്ക് അത്ര കഴിവുണ്ട് അല്ല അണ്ണാ, പറഞ്ഞോടുക്ക്. അതെ അല്ല നീ ഒരു കഴിവ് പീടിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രോ സംസാരിച്ചിട്ട് പറയാട്ടോ, നമ്മളെന്ന് അറിയിക്കേ. അറിയിക്കാം, ഞാൻ മാക്സിമം എനിക്ക് ആ ടൈമിനുള്ളിൽ ഞാൻ സെറ്റ് ആയിട്ട് ഞാൻ അത് ഫണ്ട് അപ്പൊ അണ്ണന് ഫാമിലി ഹൗസ് കൊണ്ടുവന്നേരം. വന്നിട്ടില്ലല്ലോ ഫാമിലി ഹൗസ് ഒന്നും? ഇല്ല. ഇല്ല, ഞാൻ എന്തായാലും കോച്ച് വഴിയോ അല്ലെങ്കിൽ ആഷ്ബ്രൂട്ടിലെ വഴിയോ സ്നൈപ്പോ ആരായിട്ടും ഞാൻ അറിയാം.
പൈസ 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 വരുമ്പോ എന്റെ തന്നാലും നിന്റെ അടുത്ത് തരും നിന്റെ അടുത്ത് ഞാൻ തരൂലോ മതിയായി നിന്റെ അടുത്ത് ഞാൻ പൈസ സാധനം തരൂല നീ ആ നാടത്തിലുണ്ടല്ലോ കള്ളന്മാരാണ് കള്ളന്മാർക്ക് കൊടുക്കരുതേ നമുക്ക് ഹലോ ഹലോ കാണാനല്ലേ എവിടെയാണല്ലേ കേട്ടില്ല എവിടെയാണല്ലേ ഒന്ന് പൂജ ഒന്ന് കാണണമായിരുന്നു. ഞാൻ 8158. ഓക്കെ ഇതാരാ? ഇതൊക്കെ സിസ്റ്ററാണ്. എടാ ഒന്ന് വന്നടാ. ഇച്ചിരി ഒന്ന് 200 സിയറൊക്കെ ഈസിയാണ്. 1600 സിയർ 1600 കോടി 1600 കോടിന്ന് ആര് ഞാൻ കൊറേ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ എന്റെ 100 കോടി വന്നേ? 1600 കോടി എന്ത് സംഭവം മനസ്സിലായില്ല. തന്നെ കൊറേ പറ്റിച്ചിട്ടുണ്ട്. എന്തിരിയേനെ എന്നാ മനസ്സിലായില്ല പറഞ്ഞ എന്നോട്. അങ്ങേരുടെ കയ്യിൽ 1600 കോടി ഉണ്ടെന്ന്. എന്നാ ഞാനിപ്പൊ 1000 കോടി ഒപ്പിച്ചേരാം. അന്നാ 1000 പെട്ടെന്ന് ഇപ്പന്നെ തരാം. പുള്ളിയുടെ കയ്യിൽ ഞാൻ സ്നൈപ്പും കൂടി മാത്രം ഒരു 70 100 കോടി കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് കാണിക്കും. നീ ഏറെ നിന്റെ കയ്യിലുണ്ടെന്ന് തന്നെ പറഞ്ഞു. ആ എന്നാ ആളുടെ ഏറെ സേറ്റുണ്ട് പറയാലോ. വാ എത്ര സിയറ വേണ്ടേ? അല്ല സേഫ് സോൺ അല്ലേ, അഥവാ അടിയാര് വെടിവെക്കാൻ കഴിയില്ല. ഞാനെങ്ങനെയാന്ന് സ്കാം ചെയ്യല് വെടിവെക്കാൻ എങ്ങനെ? ഇതേ മുട്ട സ്കാം ഇവന്റെ കൊടുത്തു കഴിഞ്ഞാ. അന്നാ ഇപ്പൊ സേഫ് സോൺ ഇല്ലേ, വെടിവെച്ച അറിയാണ്ട് വെടിവെപ്പ് ആയാലാ. ഹലോ ഹലോ ലൊക്കേഷൻ എവിടെയാണ്? 8158 അല്ല 8158 ഞാനുണ്ടല്ലോ 8158 ബിൽഡിങ്ങിനകത്ത്, കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിനകത്ത്. ഓക്കെ ദ്രവിത്ത് നമുക്ക് ഇതാക്കാലോ. വാ AR വെച്ച് സ്കാം ചെയ്യണ്ടേ? സ്കാം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വെച്ചല്ല സ്കാം ചെയ്യുന്ന, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാ? AR വെച്ചല്ലേ ചെയ്യണ്ടേ? സ്കാം കൊടുക്കുന്ന പറഞ്ഞിട്ട് പറ്റിച്ചു കൂടാ, മനസ്സിലായോ? തമ്പിയേട്ടനും ടീമായിരിക്കട്ടെ. ഹലോ 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 എനിക്കറിഞ്ഞൂടാ. അല്ല ലാസ്റ്റത്തെ പിന്നെയും കൊള്ളാണ. ലാസ്റ്റത്തെ അങ്ങനെയല്ല, അങ്ങനെ നീ കൊള്ളാന്ന് പറഞ്ഞോണ്ട് കൈ ഒട്ടി വരുന്നു. എന്നെ സംസാരിച്ചോക്കെ ലാസ്റ്റത്തെ കിടിലോ നോക്ക്. ലാസ്റ്റത്തെ ഹലോ ഹലോ എന്താ കാണണോന്ന് പറഞ്ഞേ? ഇത് തമ്പിയേട്ടൻ തന്നെ, ഇത് തന്നെ. അതാ ഇത് പിന്നെയും കൊള്ളാട്ടാലോ. ഒന്ന് സംസാരിച്ചേ. ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, നേരത്തെ പറഞ്ഞില്ലേ. പറയട്ടെടാ, ഇന്ന് സിറ്റിയിൽ എല്ലാരും എന്താ പറഞ്ഞൂടാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാരും എന്തൊക്കെ കാണിക്കുന്നത്. നേരത്തെ ആശാന്റെ ടീം വന്നേ. ഓ നല്ല മഴ വരുന്നു, മഴ വീട് കേട്ടോ, മഴ വീട്. രമണി ആരായില്ലേ? രമണി ആരാ? വെള്ളക്കുപ്പായിട്ട് ചേട്ടാ ഒന്ന് തൊട്ട് നോക്കട്ടെ. അല്ല നമ്മള് പ്രാർത്ഥിക്കാൻ പെട്ടിയെടുത്ത് ഇവരോട് പോവാണ്. പോയിക്കോണ്ണ, കുഴപ്പമില്ല. വരൂ ചേട്ടാ. ഇതെന്താ എല്ലാം ഒരു സാധനം തന്നെയാണല്ലോ വരുന്നത്. അത് ബഗ്ഗായെന്ന് തോന്നുന്നു. തൊട്ട് വയ്ക്കും ഒരു വട്ടം. എന്നെ പൈസ കൊടുക്കാൻ പോകുന്നു കേട്ടാ, അറിയില്ല. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ അത് കൊള്ളാതെ. ഞാൻ പറഞ്ഞില്ലേ പറയൂ. ഞങ്ങൾക്കൊന്ന് തൊടണം, പൈസ വാങ്ങണം, പോകണം.
തൊടണോ തൊട്ടിട്ട് മുച്ചിരിയുടെ പൈസ മേടിച്ചിട്ട് പൊക്കോ. തൊടാണെങ്കിൽ ഈ പെണ്ണ് തൊട്ടാ മതി കേട്ടാ, ഭാരം തൊടല്ലേ. ഹലോ എടാ തൊട്ടില്ലേ ഞങ്ങൾക്ക് ഒരു അർജന്റ് കാര്യത്തിന് പോണേ, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണേ. നമ്മ ബിസിനസ് ഞങ്ങളൊരു ബിസിനസ് ഡീലിലാണ്. ബിസിനസ് ഇതിന്റെ ഇടയ്ക്ക് അണ്ണാ ഗണ്ണട് ഗണ്ണട് അണ്ണാ ഗണ്ണട് 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 പോർത്തിക്ക് പോർത്തിക്ക്. അണ്ണാ ആ കണ്ടന്റ് ഇറക്കിയെന്ന് ആര് കണ്ടന്റ് ഇറക്കിയത്? എന്റെ പൊന്നെ, ഞാൻ വണ്ടി എടുത്ത് വിട്ടോ. അണ്ണാ ആ കണ്ടന്റ് ആക്കിയത് എന്ത് കണ്ടന്റ് ആക്കിയത്? വണ്ടി എടുത്ത രക്ഷപ്പെടാ, ഇല്ലെങ്കിൽ വണ്ടി എടുത്ത വണ്ടി എടുത്തിട്ട് വിട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് വഴിയില്ല. ഒട്ട് പോവാതിരിക്കടാ. കോച്ച് വെട്ടി തൂക്കടാ. ദേശി സംസാരിച്ചത് അതൊക്കെ അറിയാലോടാ, ഓൾറെഡി അറിയാലോടാ, ഓൾറെഡി അറിയാലോ ഇതൊക്കെ. ഇത് ഇതിന് വേണ്ടിട്ട് വണ്ടി കയറിയ നാളെ കഥ ഇറങ്ങും. പോട്ടെ പോട്ടെ എന്നോട് വണ്ടി കയറി എന്ന് പറഞ്ഞു. കോച്ച് കയറി. അണ്ണാ ഗണ്ണടുക്ക് ഗണ്ണടുക്ക് ആവശ്യം വരുമ്പോ എടുക്കണമെന്നല്ലേ. ആ കേറ് കേറ്. ഹരിത് ചേട്ടാ ഓക്കെ. ഒന്നിനെ ജുഗുറുവിന് വേണ്ടി പിന്നെ 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 വാസു വാസു പൈസ കോച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ മാർട്ടിന് കൂട്ടിയില്ല. മാർട്ടിൻ എന്ത് മാർട്ടിന്റെ ഞാൻ സംസാരിച്ച് എല്ലാം സെറ്റാണ്. മാർട്ടിൻ കൊടുത്തു. മാർട്ടിൻ 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 പോയി മാർട്ടിനൊക്കെ പോയി. പൈസ ഉണ്ടാക്കണ്ടേ പിന്നെ നമുക്ക്. മുച്ചിരി പൈസ ഉണ്ടാക്കാൻ ഒരു കിട്ടുന്ന പരിപാടിയാണ്. ഇങ്ങനെ സാരി എടുത്ത് ഇറങ്ങിക്കൂടെ? ഒരു സെക്കൻഡ് സൈലന്റ് ആയിരുന്നു. വാസു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. 200 കോടി നമ്മുടെ കയ്യിൽ ഓർമ്മ ഇത്രേ ഉള്ളൂ. എത്ര? കോച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് വേണ്ട കോച്ച്, അത് കാരണം ഞാൻ പറഞ്ഞുതരാം. അവർക്ക് ഇവിടെ ഒരു മറ്റേ ഫാമിലി എല്ലാവർക്കും അവർക്കൊരു ഫാമിലി ഉണ്ട്. അത് ആ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഗ്രൈൻഡ് ചെയ്ത പൈസയാണ്, മനസ്സിലായോ? നമുക്കത് സ്കാം ചെയ്യാൻ പറ്റൂല. അത് ഷോങ്ങാണ്. അത് നമുക്ക് അത് ലൈക്ക് അവരൊരു കൂട്ടം ഓഫ് ആൾക്കാർ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസയാണ് അവന്റെ കയ്യിരിക്കുന്നത്, മനസ്സിലായോ? അത് സ്കാം ചെയ്ത ഷോങ്ങോ നല്ല ബേജാറാവൻ. അതെ അപ്പൊ ഓക്കെ വേണ്ട ചൊല്ലിയപ്പോ அவர் எந்த தடவை பறந்து யார்கிட்ட கொடுக்க மாட்டேன். கொஞ்சம் முட்டை வட்டமா கொடுக்கிறேன். ஐ அம் செட். അവര് ജാമീനൊക്കെ മോശമല്ലേ? പിന്നെ അപ്പൊ നമുക്കിവിടെ ഇറങ്ങാം കോച്ച്. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് വരാം. ആഴ്ചയിൽ പോണു ചൂട് ഉച്ചരി മോനെ പോയിട്ട് വരാം. ഓക്കെ 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 ഓക്കെ. ഓ എൻ്റെ അമ്മ, കുറെ നാൾക്ക് ശേഷം 5 മണിക്കൂർ RP ഒക്കെ. ലെറ്റ്സ് ഗോ.